സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പോഴും സ്വിച്ച് ഓഫ് അമ്മേ. അവനത് ചെയ്യും. കടലിൽ ചാടിയ കാട്ടിൽ പൊന്തുന്നവനല്ലേ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി, കല്യാണം ഞാൻ നടത്തും. ബാക്കിയുള്ള നിന്റെ പേരിൽ ബാങ്കിലിട്ടാ മതിയല്ലോ. നയാ പൈസ ഞാൻ അവന് കൊടുക്കൂല. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ കാശിക്ക് പോവും. എന്താടി? അതൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഡയലോഗ് അല്ലേ അമ്മേ? സ്ഥലം ഒന്ന് മാറ്റി പിടിക്കേ. ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് തലയർച്ചം വരുമായിരിക്കും. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? ജയപ്രകാശ് ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഉടനെങ്ങാനും വരുമോ എന്നുള്ള പ്രതീക്ഷയില്ല ഞാനും അമ്മയും. കേറിയിരിക്കൂ. ഞാൻ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിൽക്കുന്ന ഗണേശനാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. മൊബൈലിൽ ഗണേശൻ കുറേ വിളിച്ചു, കിട്ടിയില്ല. കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പ് ചായ. കഴിച്ചതാണോ? വേണ്ട, ചായ മതി. 2 ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ? ഹേയ് ഇല്ല. എന്താ ഏട്ടനെ കാണാൻ? സ്ഥലം വിൽക്കാനോ വാങ്ങാനോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അയാൾ വിചാരിച്ച ഏതെങ്കിലും പണി ശരിയാവുമോ എന്നറിയാനാണ് വന്നത്. ഈ പ്രായത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു പണി. ആളുകൾക്ക് പണി കൊടുക്കാൻ മൂപ്പര് ബെസ്റ്റാണെന്ന് എല്ലാരും പറയാറുണ്ട്. ഈശ്വരാ, എന്താ? അതെന്റെ ഏട്ടനുള്ളൊരു പണിയാ. എന്നെ പെണ്ണ് കാണാൻ വരുന്ന ടീമാ. ഓക്കെ, ഈ പ്ലേറ്റ് അങ്ങ് എടുത്തു. അപ്പൊ ചായ? ഏതായാലും വിശപ്പ് മാറിയല്ലോ. ചായ ഒരു തരത്തിലെ അഹങ്കാര, അത് പതുക്കെ മതി. വരിക വരിക. നമസ്കാരം. ഇരിക്ക. ഇരുന്നോളാം. മുൻപ് കണ്ടതായി ഇല്ല, നമ്മൾ ആദ്യം. പക്ഷെ നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആരായിട്ട് വരും? ഇവിടുത്തെ ഇരിക്കും മോനെ. പ്രകാശനൊന്ന് പുറത്തേക്ക് പോയി, ഇപ്പൊ വരും. വന്നോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. ഒരു കാരണവര് BMH ലേശം മോശം കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് കയറണം. പിന്നെ ഡേറ്റിൻ്റെ കാര്യം ഇപ്പം കണ്ടുവച്ചിരിക്കുന്നത് നവംബർ 26 ശനിയാഴ്ചയാണ്. അന്ന് അവധി ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാലോ. എന്താ യശോദരെ? ഓ, അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ, നവംബർ 26 പറഞ്ഞാൽ വൃശ്ചികം 10 ശനിയാഴ്ച തൃക്കേട്ടകയാണല്ലോ. അർക്കാര മന്ദവാരേശു ക്രിയതേ നാതിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒത്തു വന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികളാരെങ്കിലും കുറിച്ച് എന്നാണോ? ഓവ്, അങ്ങനെ വലിയ കേമപ്പെട്ട ആളൊന്നല്ല നമ്മളവിടെയുള്ള. ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 21 തിങ്കളാഴ്ച നോക്കിയാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും. വേണച്ചാ ഒരു നല്ല ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്തോളൂ. ഓ, അങ്ങനെ ആവട്ടെ. നവംബർ 21 തിങ്കളാഴ്ച. പിന്നെയുള്ള കാര്യം അറിയാലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? ഞാൻ ആള് ചോദിക്കുമ്പോ പറയാനൊരു കണക്ക് വേണമല്ലോ. അപ്പോഴല്ലേ തരക്കാർ തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ. കാശായി വാങ്ങുന്നവനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല. അതും കൂടി ഓർണമെന്റ്സ് ആയി കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രാണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത്? അതാണല്ലോ അവർ തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതാണല്ലോ ഇതിന്റെ തുടക്കം.
എന്നിട്ട് അവരെന്താ ഈ കച്ചവടത്തിൽ ഇടപെടാതെ മാറി നിന്ന് കളഞ്ഞ്? വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും? പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാണെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്കങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇല്ല സർ, ഞാനാ പറയുന്നത്. ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനിയൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ. കൈ നിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ഈ വീട്ടിലെ ആരാ നിന്നോട് ചോദിച്ചു? ആരുമല്ല, ഒരു വഴിപോക്കനെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇല്ല സർ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാവും അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിയത്. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും. വയസ്സില് അറിയാം. നമ്മുടെ ഗോൾഡൻ ജെട്ടി കമ്പനി നടത്തുന്ന പാപ്പഞ്ചേട്ടൻ്റെ ആണിത്. ഇത് വിൽപ്പന എന്നുള്ള കേട്ടത്. ഇതുവരെ ആയിട്ടൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു പാർട്ടി അഡ്വാൻസ് കൊടുത്തതാ. അവരെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നൊരു സ്റ്റേജ് വന്നപ്പോ അവരിട്ടിട്ട് പോയി. എന്താ ചോദിക്കുന്നത്? മൂപ്പര് 100 കോടിയിൽ ഒന്നും കുറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ താഴോട്ട് വന്നു, ഒരു 85-90 അതിലടിക്കും. നിങ്ങൾ രായിക്കാനോട് വേണം. ബെഡാ ടീമുണ്ടെങ്കിലേ നടക്കൂ. വീട്ടിൽ നിന്ന് സജിതയാ. എടുക്കണ്ട, സംസാരിക്കേണ്ട കാര്യം അറിയാലോ. എടാ ഞാൻ സജിത കൊടുക്ക സംസാരിക്കേ. അങ്ങനെ സംഗതി സോൾവായി. ഇനി ധൈര്യമായിട്ട് ജെപിയുടെ വീട്ടിലേക്ക് പോന്നോളൂ. സതീഷിന് പൊന്നും വേണ്ട, പണവും വേണ്ട, ഫ്രീ ആയി ഡെലിവറി എടുത്തോളാന്ന്. അതെ, ആ മേനോൻ സാറാട്ടോ രക്ഷിച്ചത്. മൂപ്പര് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തേ, നിനക്ക് ബുദ്ധിമുട്ടായ? എന്നാ പെട്ടിയകത്തേക്ക് വെക്ക്. റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ എത്ര കാലം കഴിയും? വിരോധം ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോ ഈ മീൻപിടുത്തക്കാരുടെ ലൈനാ. ചിലപ്പോ ചാകര, ചിലപ്പോ കൊടും പട്ടിണി. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു എന്ന് അറിഞ്ഞു. നമുക്ക് അന്വേഷിക്കാം. സാറ് വാ. വലിയ ഉപകാരം. ഞാനൊരു ശല്യമായില്ല. ആണെന്നൊന്നും ഇറങ്ങി പോകാൻ പറയാം. ഇതൊരു പ്രത്യുപകാരമാണ്. വലിയ പരാക്രമങ്ങളില്ലാതെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കും. അതിന് കാരണം മേനോൻ സാറാ. സിയച്ചേ, ഒരു ജോലിയും താമസ സ്ഥലവും ശരിയാകുന്നവരെ മേനോൻ സാർ ഇവിടെ ഉണ്ടാവും. മുങ്ങാൻ പോകുന്ന വള്ളത്തിൽ കയറുമ്പോ ടിക്കറ്റ് ഉണ്ടോന്ന് ആരും ചോദിക്കില്ലല്ലോ. കേറട്ടെ. പക്ഷെ സാറിന്റെ വരവ് ഒരു ലക്ഷണം കിട്ട ദിവസമായി പോയി. എന്തു പറ്റി? വിരാജ്പേട്ടയെന്ന് സാമൂലേട്ടൻ വിളിച്ചിരുന്നു. ഷീലാകോശിന്റെ തോട്ടം ഇരുട്ടിയിലുള്ള ഏതോ ടീം കച്ചവടാക്കിയിരുന്നു. എന്ത് പണി അവര് കാണിച്ചത്? തോട്ടം വിൽക്കാനുള്ള ഓതറൈസേഷൻ നമുക്ക് ഒപ്പിട്ട് തന്നിട്ട് ഓതറൈസേഷൻ കത്തിച്ചിട്ട് ഗണേശനോടൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയാം. 2.5 കോടി റുപ്യ കമ്മീഷൻ കിട്ടേണ്ട കച്ചവട. ഉമ്മക്ക് രായനിക്കടൻ ജോയേട്ടന്റെ ഷെയ്ഡിന്ന് രക്ഷയില്ലെന്ന് തോന്നുന്നത്. അവരൊന്ന് വിളിച്ചാലോ ആ ഷീലാകോശിയെ? ചെയ്തത് മര്യാദകേടായി പോയെന്ന് പറയെങ്കിലും ചെയ്യാലോ, ഒരു മനസമാധാനത്തിന്. വിളിക്കുകയല്ല, പോയി കാണുകയാണ് വേണ്ടത്. പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രീ ഡേറ്റഡ് സ്റ്റാമ്പ് പേപ്പറിൽ
തോട്ടം മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനമായതായി എഴുതണം. അയാൾ ഷീലാഘോഷയുടെ പേർക്ക് തന്ന ഒരു അഡ്വാൻസ് തുകയുടെ ചെക്കും വേണം. ഒന്നും അറിയാത്ത ഭാവത്തിൽ അത് അവരുടെ മുമ്പിലേക്ക് വെക്കുക. അതേതായി അയാള്? അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടല്ലോ, ഞാനാണ് ആ ബയർ. അപ്പൊ ചെക്ക്? നമ്മുടെ പഴയ ചെക്ക് ബുക്ക് എൻ്റെ പെട്ടിയിലുണ്ട്. ഐ ഡി ബാങ്കുകാരുടെ തപ്പിയ സ്റ്റാമ്പ് പേപ്പറും കാണും. അതിന് സ്ഥലം വിറ്റുപോയെന്നവർ പറഞ്ഞാലോ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത വിശ്വാസ വഞ്ചനയാണ്. അതിന് കോമ്പൻസേഷൻ കിട്ടണം, അല്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് പറയണം. വിൽപ്പന മുടങ്ങുമെന്ന് ബോധ്യപ്പെട്ട അവർ തന്നിരിക്കുന്ന നഷ്ടപരിഹാരം എന്ത് ചോദിക്കാം? 50, 25 കിട്ടിയാൽ വാങ്ങിച്ചിട്ടെങ്കിൽ പോകണം. അത് ശരിയാണോ? ഒരു പാവാണത്. ആ ചിന്ത 4 മടക്കി പോക്കറ്റിലിട്. മുങ്ങുന്ന തോണിയിൽ നിന്ന് കിട്ടുന്ന കച്ചിത്തുമ്പെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. 2.5 കോടിക്ക് പകരം കിട്ടുന്നത് വെറും 25 ലക്ഷമാണല്ലോ എന്ന നഷ്ടബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഏ